ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഷീജ കൂടി ചേരുകയാണ് ഈ വാർത്തയുടെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിനകത്തെ പുതിയ നീക്കങ്ങളെക്കുറിച്ച് രാവിലെ നമ്മളോട് സംസാരിക്കാൻ. ഷീജ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശരത്. ഗുഡ് മോർണിംഗ്. അതായത് ഇന്നിപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. കണ്ണൂരിൽ കെ.സി. വേണുഗോപാൽ, കെ. സുധാകരൻ കൂടിക്കാഴ്ച, അതുപോലെ തന്നെ UDFൻ്റെ മലയോര ജാഥ യാത്ര വരാൻ പോകുന്നു. അപ്പോൾ അതിലേക്കൊക്കെ കണ്ണൂരിലാണ് തുടക്കം. ഇന്ന് കെ. സുധാകരൻ ഒരു ജേതാവായി തന്നെ ആ ജാഥയിലേക്ക്, അതിൻ്റെ ഉദ്ഘാടനത്തിലേക്ക്, അങ്ങനെയാണെങ്കിൽ ഈ വാർത്തകൾ പ്രകാരമാണ് കാര്യങ്ങളെങ്കിൽ ചെല്ലാനാകും. കാരണം അദ്ദേഹത്തെ മാറ്റാൻ നടത്തിയ വലിയ പരിശ്രമങ്ങളൊക്കെ തൽക്കാലം അതിനൊരു ഒരു 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 പൂർണ്ണതയിലെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരവസ്ഥയുണ്ടല്ലോ രാഷ്ട്രീയമായി. എങ്ങനെയാണ് കോൺഗ്രസ് നേതാക്കളൊക്കെ ഈ സാഹചര്യത്തെ നമ്മളോടൊക്കെ സംസാരിക്കുമ്പോൾ ഷെയർ ചെയ്യുന്നത്? ശരത്, ഏതായാലും ഇപ്പോൾ ഒരു താൽക്കാലിക വിജയം KPCC അധ്യക്ഷനുണ്ടായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതിൽ VD സതീശൻ പക്ഷത്തിന് കടുത്ത അമർഷം തന്നെയാണുള്ളത്. കാരണം പൂർണ്ണമായും സതീശനും അതോടൊപ്പം സതീശനെ അനുകൂലിക്കുന്നവരും കളിച്ചത് കെ. സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതുൾപ്പെടെയുള്ള ഒരു പുനഃസംഘടന ആ രീതിയിലേക്ക് വരണം എന്ന രീതിയിലുള്ള നീക്കങ്ങൾ തന്നെയായിരുന്നു നടന്നത്. പക്ഷേ അതിന് വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ ഹൈക്കമാൻഡിൻ്റെ ഈ ഒരു തീരുമാനത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും സുധാകരൻ പക്ഷത്തോട് നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ തന്നെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുള്ളൊരാവശ്യം പരിഗണിക്കുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് VD സതീഷിനെ മാറ്റേണ്ടി വരും. ആ ഒരു നിലപാടിൽ മുന്നോട്ട് പോകാനാണ് തൻ്റെ തീരുമാനം എന്നുള്ള കാര്യം KPCC അധ്യക്ഷൻ കെ. സുധാകരനും അറിയിച്ചിരുന്നു എന്നുള്ളതാണ്. അതേ തുടർന്ന് ഏതായാലും അത്തരത്തിൽ പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോകുന്നൊരു ഘട്ടമാണ്. ശരത്ത് സൂചിപ്പിച്ചതുപോലെ ഇന്നിപ്പോൾ UDFൻ്റെ മലയോര ജാഥ ആരംഭിക്കുന്ന ഒരു പശ്ചാത്തലമാണ്. അപ്പോൾ നേതാക്കൾക്കിടയിലുള്ള ഭിന്നത അത്തരത്തിലുള്ള പരിപാടികളിൽ കൂടി ആരംഭിക്കുമ്പോൾ അത് വലിയ തോതിൽ മുന്നണിയെ ബാധിക്കും എന്നുള്ള കൃത്യമായ ധാരണ ഹൈക്കമാൻഡിനുണ്ട്. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് കഴിഞ്ഞ ദിവസം വേഗത്തിൽ തന്നെ കടന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷേ ഈ ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് ആരംഭിക്കുന്ന VD സതീശൻ നയിക്കുന്ന ഈ ഒരു ജാഥയിൽ നിന്ന് ഒരുപക്ഷെ കെ. സുധാകരൻ വിട്ടുനിൽക്കാനുള്ള ഒരു സാധ്യത പോലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കെ. സുധാകരനുമായി അടുത്ത വൃത്തങ്ങൾ നമ്മോട് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് അത് വലിയ തോതിൽ മുന്നണിക്ക് തിരിച്ചടിയാകും. കോൺഗ്രസിൽ വലിയ തോതിലുള്ള പ്രതിസന്ധി നിലനിൽക്കുന്നത് അത് ആക്കം കൂട്ടുന്നതായിരിക്കും. അതെല്ലാം കൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു തീരുമാനം വന്നതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ സുധാകരൻ പക്ഷം വീണ്ടും കൂടുതൽ കരുത്തോടെ രംഗത്തിറങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പരസ്യമായിട്ടുള്ളൊരു പോര് ഇതുവരെ ഈ ഇരുപക്ഷങ്ങളും തമ്മിൽ ആരംഭിച്ചിരുന്നില്ലെങ്കിൽ പോലും നേതാക്കൾക്കിടയിലുള്ള തർക്കം വലിയ തോതിൽ ഇതിനകം തന്നെ ചർച്ചയായിരുന്നു. ഇനിയിപ്പോൾ ഇന്നത്തെ ഈ ഒരു മലയോര ജാഥയിലേക്ക് എത്തുമ്പോൾ ഏത് രീതിയിലായിരിക്കും സുധാകരൻ കാര്യങ്ങൾ വിശദീകരിക്കുക എന്നുള്ളത് കൂടി ഏറെ നിർണായകമാകുന്ന ഒരു ഘട്ടം കൂടിയാണ് ശരത്ത്. റൈറ്റ്. ഏതായാലും ഇന്നിപ്പോൾ മലയോര സമര പ്രചാരണ ജാഥ നേരത്തെ ഷീജയും ഞാനും തമ്മിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞ കണ്ണൂരിൽ ആരംഭിക്കുകയാണ്. അവിടേക്ക് ഒരു ജേതാവായി തന്നെ കെ. സുധാകരന് ചെല്ലാം. കാരണം ആ ജാഥ നയിക്കുന്നത് പ്രതിപക്ഷ നേതാവും UDF ചെയർമാനുമായിട്ടുള്ള VD സതീശനാണ്. അദ്ദേഹത്തിൻ്റെ ഈ സമീപകാലത്ത് ഏറ്റവും അധികം പരിശ്രമിച്ചത് മുഴുവൻ KPCC പ്രസിഡന്റിനെ സ്ഥാനത്ത് നിന്ന് കെ. സുധാകരനെ മാറ്റുക, അദ്ദേഹം തന്നെ മുന്നോട്ട് വെക്കുന്ന ലിസ്റ്റിൽ നിന്നൊരു പുതിയ പ്രസിഡന്റിനെ കൊണ്ടുവരിക, പാർട്ടിയെ പൂർണ്ണമായും കൈപ്പിടിയിൽ ഒതുക്കി മുന്നോട്ട് കൊണ്ടുപോവുക എന്ന വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അത് പൂർണ്ണമായും തടഞ്ഞുകൊണ്ട് കെ. സുധാകരൻ അദ്ദേഹത്തിൻ്റെ കസേര തൽക്കാലത്തേക്ക് ഉറപ്പിച്ചു. തൽക്കാലം എന്ന വാക്ക് ഷീജ വലിയ പ്രാധാന്യമുള്ളതാണ്. ഇതെല്ലാം അങ്ങനെ തന്നെയാണല്ലോ. ആത്യന്തികമായി തൽക്കാലത്തിനപ്പുറം എന്താണ്? കാരണം തൽക്കാലം എന്ന് പറഞ്ഞാൽ ഇനി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അതുവരെ മാറ്റണ്ട എന്ന് തീരുമാനിക്കുന്നു. അത് കഴിഞ്ഞാൽ ഉടൻ വരാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ്. പ്രതിപക്ഷ നേതാവാകട്ടെ ഇപ്പോൾ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പും മറികടന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു തിരക്കിലാണ്. അപ്പോഴാണ് പാർട്ടി പറഞ്ഞത് അത്ര തിരക്ക് കൂട്ടണ്ട, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ കെ. സുധാകരൻ പ്രസിഡന്റായി തുടരട്ടെ എന്ന് പറയുന്ന നില വന്നിട്ടുള്ളത്. അത് വളരെ വലിയൊരു ചേഞ്ചാണ്, ഒരു ഗെയിം ചേഞ്ചറാണ് കോൺഗ്രസിനുള്ളിൽ സംഭവിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന് കുറെ കൂടി പുനഃസംഘടനയൊക്കെ പ്രസിഡന്റ് എന്ന നിലയിൽ നിന്ന് ചെയ്യാൻ ഒരു അവസരവും അവകാശവും വരികയല്ലേ ഷീജ? തീർച്ചയായും ശരത്ത്, കാരണം വലിയ തോതിലുള്ള ഒരു ഗെയിം പ്ലാൻ തന്നെയായിരുന്നു പ്രതിപക്ഷ നേതാവ് നടത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം കഴിഞ്ഞ ദിവസത്തെ രാഷ്ട്രീയകാര്യ സമിതി യോഗം നമ്മൾ കണ്ടതാണ്. പ്രതിപക്ഷ നേതാവ് തീരെ പ്രതീക്ഷിക്കാത്ത തരത്തിൽ എല്ലാവരും കൂടി പല ഭാഗത്ത് നിന്നായി കടന്നാക്രമിക്കുന്നതാണ് കാണാൻ സാധിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മറികടന്നുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു എന്നുള്ളതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 63 സീറ്റുകൾ, അതിൽ ഏത് രീതിയിൽ ആണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എന്നത് മുൻകൂട്ടി ഒരു സർവേ നടത്തി സ്വന്തം നിലയ്ക്ക് തന്നെ
പ്രതിപക്ഷ നേതാവ് തീരുമാനിച്ചു എന്നുള്ളതാണ്. അത് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ, വിമർശനങ്ങൾ ഒക്കെ ഇടയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏതായാലും ഇനി ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു തൽക്കാലം ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുക, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നണി ഒറ്റക്കെട്ടാണ് എന്ന രീതിയിൽ ഉള്ളൊരു പണിയിലേക്ക് കടക്കുക എന്നുള്ളൊരു നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം കോൺഗ്രസിന്റെ കാര്യത്തിൽ ഫലവത്താകും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. കാരണം ഇന്ന് വെടിനിർത്തൽ ഉണ്ടായാലും തൊട്ടടുത്ത ദിവസം വീണ്ടും പരസ്പരമുള്ള പോരാരംഭിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ളത് കൊണ്ട് എന്തായാലും കണ്ടറിയേണ്ടിയിരിക്കുന്നു.